ഞാനും കണ്ണനും കൂടി അമ്പലത്തിലേക്കാണ് പോകുന്നത്. വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ ഇവന് നടക്കാൻ മടി, എടുക്കാൻ വേണ്ടിയിട്ടുള്ള കരച്ചിലാണ് കാണുന്നത്. ലാസ്റ്റ് ഞാൻ എടുക്കേണ്ടി വന്നു. കണ്ടോ, എടുത്തപ്പോൾ അവൻ എന്താ സന്തോഷം. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അമ്പലം വരുന്നത്. നമുക്ക് നടന്ന് പോകാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ ഞാനും കണ്ണനും കൂടി നടന്ന് പോവുകയാണ്. കണ്ണൻ നടക്കല്ല, എൻ്റെ മേലെ കയറി ഇരിക്കുകയാണ്. പിന്നെ ഇതാണ് അമ്പലത്തിലേക്ക് പോകുന്ന വഴി. ആരെയും കാണുന്നില്ലല്ലോ ഉത്സവമായിട്ട് എന്ന് വിചാരിക്കരുത് കേട്ടോ. ഞാൻ എവിടെ പോയാലും കുറച്ച് ലേറ്റായി ഇറങ്ങുന്ന ആളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നും കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. എല്ലാവരും തൊഴുത് കഴിഞ്ഞ് തിരിച്ച് പോയപ്പോഴാണ് ഞാൻ ഏതായാലും അമ്പലത്തിലേക്ക് പോകുന്നത് കേട്ടോ. പിന്നെ കണ്ണൻ അവിടെ ഇറങ്ങി കുളത്തിൽ കാലൊക്കെ കഴുകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇറക്കി കൊടുത്തു. പിന്നെ ഞാനും കാലൊക്കെ ഒന്ന് കഴുകി. അത് കഴിഞ്ഞ് നമ്മൾ തൊഴുത് കഴിഞ്ഞിട്ട് ഉപ്പുമാവും ചായ ഉണ്ടായിരുന്നു, അത് കുടിക്കാൻ വേണ്ടി പോയി. ഭക്ഷണം കഴിക്കാൻ വളരെ മടിയാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിലെ ഭക്ഷണം കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഉപ്പുമാവും ചായയൊക്കെ കുടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. രാവിലെ അമ്പലത്തിൽ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ തൊഴുത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് പിന്നെ വീട്ടിലേക്ക് പോകുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും വരാമെന്ന് കരുതി. ഒരു 12 മണിയൊക്കെ ആകുമ്പോഴാണ് തുടങ്ങുക. അപ്പോഴത്തേനും വരാമെന്ന് കരുതി പോകുന്നു. വരുന്ന വഴിക്ക് കാണാൻ ഒരു അപ്പൂപ്പൻ താടി കിട്ടി. പിന്നെ കുറച്ച് നേരം അതിൻ്റെ പിന്നാലെ ആയിരുന്നേ. അത് കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീണ്ടും അമ്പലത്തിലേക്ക് പോയി. പ്രഭാഷണം ഉണ്ടായിരുന്നു. കഴിഞ്ഞപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. കിച്ചു ഉണ്ടായിരുന്നു കൂടെ. കിച്ചുവിന് ഇതിന് മുമ്പ് വേറൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മൾ തിരിച്ച് പോന്നു. അത് കഴിഞ്ഞിട്ട് ഇനി പോവുക നമ്മൾ വൈകുന്നേരമാണ് കേട്ടോ. അപ്പോഴാണ് അമ്പലത്തിൽ പരിപാടികൾ തുടങ്ങുള്ളൂ. ഇനി നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ടാറ്റ, ബൈ ബൈ.